ഇന്ന് ഞങ്ങളുടെ ഈ സ്വത്ത് അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ എഡ്യൂക്കേഷൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറിക്കുന്ന ദിവസമായിരുന്നു ഇന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച ദിവസമായിരുന്നു എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട്. 2023 ഏപ്രിൽ 24 വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും തളർച്ചയൊക്കെ തോന്നി. ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു UPT ടെസ്റ്റ് എടുത്ത് നോക്കി. അന്നത് 2 പിങ്ക് ലൈൻ തെളിഞ്ഞു വന്നു. ഇന്നതേ ആ 2 പിങ്ക് ലൈൻ അവളുടെ അക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പെട്ടെന്ന് സമയം കടന്നു പോകുന്നത്. ഇന്നലെ എനിക്ക് ഇവളെ ഒരു ചോര കുഞ്ഞാടെൻ്റെ കൈ കിട്ടിയ ഒരു ഫീലിംഗ് ആണ്. ആൻഡ് ആസ് എ പാരൻസ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ലൈഫിൽ സന്തോഷം കൊണ്ട് കണ്ണെന്നറിയുന്ന വളരെ കുറച്ച് അനുഭവങ്ങളെ എല്ലാവർക്കും ഉണ്ടാവാറുള്ളൂ. അതുപോലെ എനിക്കിത് 2ാമത്തെ അനുഭവമാണ് ഇന്നത്തെ ദിവസം. ആദ്യം കരഞ്ഞത് ഇവളൊരു പെൺകുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറിനെ പൊക്കി കാണിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയത്. ആൻഡ് 2ാമത്തെ ദിവസം ഇന്ന് ഈ ഞായറാഴ്ച പള്ളിയിലെ കുർബാനയുടെ ഇടയിൽ മൊത്തം ഞാൻ പ്രാർത്ഥിച്ചത് ഇവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇനി മുന്നോട്ടുള്ള ഇവളുടെ ഓരോ സ്റ്റെപ്പിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അവളെ തളർത്താതെ അവളുടെ കൂട്ടത്തിൽ എന്നും ഈശോ ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ആദ്യം തന്നെ അവൾ എഴുതിയത് ഈശോ എന്ന വാക്കാണ് അച്ഛൻ അവളെ കൊണ്ട് എഴുതിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷിൽ ജീസസ് എന്ന് എഴുതിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയ പ്രസൻറ്റ് കൊടുത്തു. അന്നേരം ആൾ ശരിക്കും ഹാപ്പിയായി. ആൻഡ് പ്രസൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഉടനെ തന്നെ അവൾക്ക് പൊട്ടിച്ച് നോക്കണം. അങ്ങനെ പള്ളിയിൽ നിന്ന് തന്നെ ആ പ്രസൻറ്റ് എന്താണെന്ന് ഞങ്ങൾ പൊട്ടിച്ച് നോക്കി. ആൻഡ് ഷീ ഈസ് റിയലി ഹാപ്പി. മൈ ഡിയർ ത്രേസിക്കുട്ട, നീ മുന്നോട്ട് വെക്കോ. മുന്നോട്ടുള്ള നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും അപ്പയും അമ്മയും എന്നും നിൻ്റെ സപ്പോർട്ടായിട്ടും സ്ട്രെങ്തായിട്ടും ഉണ്ടാവും.